മധുരയിലെത്തി അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ മധുര മീനാക്ഷി ടെമ്പിളിൽ വന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അമ്പലത്തിനുള്ളിൽ ക്യാമറയും മൊബൈലും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ഫോണൊക്കെ പുറത്ത് ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസേ നമ്മളെ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതേ അമ്പലത്തിലെ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ വിഗ്രഹം പല്ലക്കിൽ ചുവന്നിട്ട് ഇതുപോലെ പ്രദർശനമുണ്ട്. അപ്പം മുന്നേ ആന വരും, അതിൻ്റെ പുറകെ പല്ലക്കിൽ വിഗ്രഹമൊക്കെ ആയിട്ട് ആൾക്കാർ ചുവന്നുകൊണ്ട് വരും. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് കേട്ടോ. കാണാൻ നല്ല രസമായിരുന്നേ അത്. പിന്നെ അമ്പലത്തിന് ചുറ്റും നല്ല കുറെ ഷോപ്സും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ അമ്പലത്തിൽ വരാൻ. ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇറങ്ങിയില്ല, രാവിലെയൊക്കെ ആകുമ്പോൾ. വൈകുന്നേരം ഈ സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രദർശനമൊക്കെ കാണാനും അവിടെ ഷോപ്പ് അതുവഴി കുറേ നേരം നടന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഷോപ്സും ലൈറ്റും ഒക്കെ ആയിട്ട്. പിന്നെ ഈ തേരും അമ്പലത്തിന്റെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഉത്സവ സമയത്ത് നമ്മുടെ ഈ തേര് വലിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ഇതിപ്പോ ഉത്സവം അല്ലാത്ത കാരണം ഇതിവിടെ ഒരുക്കിയിട്ടേക്കുന്നത്. ഉത്സവ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ തേര് വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് കാണേണ്ടത് നായക് പാലസ്, തിരുമല നായക് പാലസ്. അവിടെ നല്ല വലിയൊരു പാലസാണ് കേട്ടോ. ഇതുപോലെ വലിയ പില്ലേഴ്സ് ഒക്കെ ആയിട്ട് ഒത്തിരി ഹൈറ്റിലാണ് അതിൻ്റെ റൂഫിങ്സും പിന്നെ പെയിന്റിങ്സും ആർട്ട് വർക്കൊക്കെ ആയിട്ട് നല്ലോണം കാണാനൊക്കെ ഉള്ളൊരു പാലസാണ്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിയം അതിനുള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ഇതെല്ലാം കണ്ട് കുറച്ചൊരു 1-2 മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, പില്ലേഴ്സിന്റെ ഹൈറ്റ് കണ്ടില്ലേ, ഇത്രയും ഹൈറ്റിലാട്ടോ പാലസ് വെക്കണേ. ഇതിപ്പോ ഈ പാലസിന്റെ പല പാർട്ടുകളും പൊളിച്ചൊക്കെ മാറ്റി. ഇതിപ്പോ കുറച്ച് പോർഷനെ ഇവിടെ ഇപ്പൊ അവശേഷിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇതിപ്പോ പുരാവസ്തു ഗവേഷണത്തിന്റെ കീഴിൽ, അപ്പൊ അവരാ ഇത് വന്ന് മാനേജ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 1 മണിക്കൂറിന് മുകളിൽ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കണ്ടൊക്കെ നടക്കാനുള്ളതുണ്ട്. ഇതുപോലെ ഇത്രയും ഹൈറ്റുള്ള പാലസ്, പിന്നെ അതിന്റെ മ്യൂസിയം ഒക്കെ കാണാനുണ്ട്. പിന്നെ നമ്മുടെ ഫേമസ് മണിരത്നം സാറില്ലേ, പുള്ളിയുടെ ഗുരു, മുംബൈ അങ്ങനെയുള്ള പടമൊക്കെ ഇവിടാണ് കേട്ടോ ഷൂട്ട് ചെയ്തേക്കണേ. നമ്മളെ പുനലൂര് വഴി ഉള്ള മധുരയ്ക്കുള്ള ട്രെയിനിലാണ് കേട്ടോ കയറിയത്. അപ്പൊ ആ വഴി പോകുമ്പോ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ട്രെയിനിലിരുന്ന് ബോറടിക്കില്ല. ഇതുപോലെ നല്ലോണം ഒത്തിരി കണ്ട് നല്ല ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു ട്രെയിൻ യാത്രയായിരുന്നു കേട്ടോ നമ്മുടെ മധുരൈ ട്രിപ്പ് എന്ന് പറഞ്ഞ. തെങ്കാശി വഴിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മധുരൈ വിശേഷങ്ങളൊക്കെ തീരുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.